എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ തിരുവോണാശംസകൾ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളോടൊപ്പം ഈ ഓണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ചയ്ക്കാണ്. വളരെ ഗഹനമായ ചർച്ചയൊന്നുമല്ല, ഗൗരവമുള്ള ചർച്ചയൊന്നുമല്ല. എങ്കിലും ഓണം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറക്കാനാകാത്ത, നമ്മുടെ രക്തവുമായി വളരെയധികം അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു ഉത്സവമാണ്. പലർക്കും, എൻ്റെ പ്രായത്തിലുള്ള പലർക്കും ഗതകാല സ്മരണകൾ നിർബാധം അല്ലെങ്കിൽ നിർലോഭം തരുന്ന ഒരു ആഘോഷമാണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 6-7 വയസ്സിലേക്ക് പിന്നിലോട്ട് പോവാണ്. അന്നത്തെ ഞങ്ങളുടെ ജഗതി എന്ന് പറഞ്ഞ ഗ്രാമം, അങ്ങിങ്ങായി ചില വീടുകൾ, ധാരാളം പറമ്പിൻ്റെ നടുക്ക് ഒരു വീടാണ് അന്നത്തെ കാലത്ത്. 1-2 പിള്ളേർ, ഓരോ വീട്ടിലും ഇതുപോലെ 2-3 കുട്ടികൾ. ഞങ്ങൾക്ക് മറ്റ് കളികളൊന്നും പറഞ്ഞുകൂടാ. ഇന്നത്തെ നമ്മുടെ പേരക്കിടാങ്ങളും നമ്മുടെ കുട്ടികളും കളിക്കുന്ന പോലുള്ള ക്രിക്കറ്റോ അല്ലെങ്കിൽ ബേസ്ബോളോ അങ്ങനെ ചെസ്സോ അങ്ങനെയുള്ള വലിയ വലിയ കളികൾ ഒന്നും നമുക്ക് യാതൊരു പരിചയം. തലപ്പന്ത്, കുഴിപ്പന്ത്, അല്ലെങ്കിൽ കള്ളനും പോലീസും കളിക്കുക, അല്ലെങ്കിൽ പന്ത് കളി, കണ്ണ് കെട്ടിക്കളി, ഇങ്ങനെയൊക്കെ ചില കണ്ടുപിടുത്തത്തിലൂടെ ഉണ്ടായ ചില കളികൾ. അത് മുതിർന്ന ചേച്ചിമാരാണ് ഇതിൻ്റെയൊക്കെ, അല്ലെങ്കിൽ മുതിർന്ന ചേട്ടന്മാരായിരിക്കും ഞങ്ങളുടെയൊക്കെ ഒരു 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 എന്താ റഫറി എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യ ഒരു ഒരു ആഘോഷം എന്താണെന്ന് വെച്ചാൽ ഊഞ്ഞാൽ കെട്ടുക. ഈ ഊഞ്ഞാൽ ഇങ്ങനെ തള്ളി വിട്ട് കൊണ്ടുപോയിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ തിരുവനന്തപുരം പ്രദേശത്തൊക്കെ കുടം വിടുക എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രായത്തിൽ കുറഞ്ഞ ഒരു കുട്ടി ഇത് ഉന്തി കൊണ്ടുപോയിട്ട് അങ്ങ് വിടും. എന്നിട്ട് വീണ്ടും തിരിച്ച് അങ്ങനെ 25 തവണയായാൽ കുറച്ച് ഉപ്പേരി, അല്ലെങ്കിൽ 50 തവണ ആയാൽ ഒരു ഷർട്ടിൻ്റെ തുണി, ഇതൊക്കെയാണ് അന്നത്തെ. കാരണം ഈ നമ്മളുടെ മുതിർന്ന തലമുറയ്ക്ക്, ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും വെറുതെ അധികം അധ്വാനമില്ലാതെ ഞങ്ങളെ കൊണ്ടൊക്കെ തൊഴിൽ ചെയ്യിച്ച് വെറുതെ ഇരുന്ന് ആടണമെന്നുള്ളത് ഇപ്പോൾ ഈ വൈകിയാണ് ഈ എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞത്. അന്ന് അതൊരു ത്രില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ വളരെ പരിചയമുള്ള ഒരു ഊഞ്ഞാലിൻ്റെ മേളിൽ നിന്ന് ഈ കയറിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആടും. അതിന് തൊണ്ടൽ വെട്ടുക എന്നൊക്കെയാണ് ഈ തിരുവനന്തപുരം പ്രദേശത്തുള്ളവർ പറയുന്നത്. ഓരോ പ്രദേശങ്ങളിൽ ഓരോ രീതിയിലാണ് ആ പേരറിയപ്പെടുന്നത്. വളരെ ബാലൻസ് വേണം അത്. അവിടെ തെറിച്ചു പോയാൽ മിക്കവാറും കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞാൽ മിക്കവാറും കൊച്ചുകുട്ടികൾക്ക് അക്കാര്യം അനുവദിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് ഓണം കഴിഞ്ഞതിനെ പറ്റിയുള്ള ദുഃഖമാണ്. അത് കഴിഞ്ഞാൽ അത്ത വിളക്കാൻ കൂടുക, അത് കഴിഞ്ഞാൽ അത്ത വിളക്കുന്ന ദിവസം ഈ വാഴയിൽ ഉണ്ടാക്കിയ പലഹാരം തരും. അന്ന് അന്യപ്രദേശത്ത് വെച്ചാൽ അന്യ സ്ഥലത്തുനിന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ജംഗ്ഷനിലെ കുട്ടികളും എല്ലാം കൂടി വരും. അതെല്ലാം കൂടി അത്തമെല്ലാം ഇളക്കിയിട്ട് ആർപ്പോ ഈയോ വിളിയോ ഒക്കെ ആയിട്ട് പോവുക. പിന്നെ ഈ ദേഹത്തൊക്കെ ഒരുതരം പുല്ല് വെച്ച് കെട്ടിയിട്ട്, പുലികളി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഈ പുല്ലൊക്കെ ദേഹത്ത് വെച്ച് കെട്ടിയിട്ട് പാള കൊണ്ടൊരു മോഹമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരൻ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഈ താളത്തിനനുസരിച്ച്, മിക്കവാറും ഞങ്ങളെ പിള്ളേരൊക്കെ ആകുമ്പോൾ ഈ പഴയ ടിന്ന്, അന്ന് പഴയ ടിന്നിന് വലിയ ക്ഷാമമായിരുന്നു. പഴയ തകരപ്പാട്ടയ്ക്ക് ഇന്ന് ഇഷ്ടം പോലെ എവിടെ തിരിഞ്ഞു നോക്കിയാലും പാട്ടയാണ്. അങ്ങനെ ഈ പാട്ടുകളുമൊക്കെ കൊട്ടി ഇങ്ങനെ ഈശ്വരലാസൻ റോഡ് വഴി ഇങ്ങനെ, അല്ലെങ്കിൽ എടപ്പഴിഞ്ഞ് റോഡ് വഴിയൊക്കെ വെറുതെ കുട്ടികളുമായിട്ടൊക്കെ ഇങ്ങനെ കൂട്ടുകാരുമായിട്ടൊക്കെ നിന്ന വേഷത്തിലേ പോകുന്നത്. പ്രത്യേകിച്ച് വേഷമൊന്നുമില്ല. ചിലർക്ക് നിക്കറുണ്ടാവും, ചിലർക്ക് കൊച്ചുകുട്ടികൾക്ക് അതും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഴയ ഷർട്ട് എടുത്തല്ല, അന്നത്തെ ദിവസം പുതിയ ഷർട്ടൊക്കെയാണ്, ആ പഴയ ഷർട്ട് നനച്ചൊക്കെ ഇട്ട്. പിന്നെ ഈ പോകുന്ന ചില പരിചയമുള്ള വീട്ടുകാരൊക്കെ അവരുടെ കൂട്ടുകാരുടെയൊക്കെ മക്കൾ ഇതിലുണ്ടെന്ന അർത്ഥത്തിൽ വല്ലതുമൊക്കെ തരും വീട്ടിൽ നിന്ന്. അപ്പോൾ ഓണാഘോഷത്തിന് മാത്രം ഒരു നിയന്ത്രണവുമില്ല. ആർക്കും ആരോടും സമൂഹത്തിലെ ഏത് തലത്തിൽപ്പെട്ട, ഏത് തുറയിൽപ്പെട്ട, സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുന്നവരും മുന്നോട്ട് നിൽക്കുന്നവരും ഇടത്തരക്കാരുമായിട്ടും ഒക്കെ പരിപൂർണമായും ഒരാഴ്ച വരെ ഇടപെടുവാനും അവരുമായി ആശയവിനിമയം നടത്തുവാനും എന്താണ് ജീവിതമെന്ന് പഠിക്കുവാനും. കാരണം ഒരു പക്ഷേ ഒരു സമ്പന്ന വീട്ടിലെ കുട്ടി കഴിയുന്ന പോലെ ആവില്ല ഒരു സാധാരണ വീട്ടിലൊരു കുട്ടി കഴിയുന്നത്. അവൻ്റെ കഷ്ടപ്പാടും വേദനകളും ഈ പാട്ടകുട്ടി നടന്നുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് അവൻ്റെ മുഷിഞ്ഞ നിക്കറിനെക്കുറിച്ചും അവൻ്റെ ഇരുന്നിരുന്ന ആ ചന്തിഭാഗം കീറിയ, ചന്തിഭാഗത്തെ തുണി കീറി ആ നഗ്നമായ അവൻ്റെ പ്രശ്നം വെളിയിൽ കാണുന്ന അവസ്ഥ. അപ്പോഴും നമ്മൾ ആലോചിക്കും, ഇങ്ങനെ നിക്കറിട്ടുകൊണ്ട് കുട്ടികൾ നടക്കും, എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ നടക്കുമോ? അപ്പോൾ എൻ്റെ സ്വന്തം വസ്ത്രത്തിലേക്ക് ഞാൻ നോക്കും, എനിക്കങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലല്ലോ, എന്താണ് ഇങ്ങനെ? അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കുവാനും, മനുഷ്യരാരും സമന്മാരല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായി ആരും സമത്വത്തിലല്ല, അല്ലെങ്കിൽ ജാതീയമായും അല്ലെങ്കിൽ ഗോത്രപരമായും അവരിൽ വ്യത്യാസമുണ്ട്, പക്ഷെ ഇതൊരു വ്യത്യാസമല്ല, അവരും മനുഷ്യരുടെ കുട്ടികൾ തന്നെയാണ്. അങ്ങനെ ഒത്തൊരുമിച്ച് പോകുമ്പോൾ
നമ്മളെക്കാൾ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന, സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയോട് നമുക്ക് അനുകമ്പ, സ്നേഹം, കരുണ, നമ്മുടെ ഒരു വസ്ത്രം അവന് കൊടുക്കാൻ തോന്നുക, നമ്മളെ ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അവനെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവനെ കൊണ്ട് കൊടുപ്പിക്കുക, നമ്മുടെ അച്ഛനമ്മയും പരിചയപ്പെടുത്തുക. അങ്ങനെയുള്ള പരിചയപ്പെടുത്തലുകൾ വേണ്ടും വണ്ണം പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കന്മാരും അന്നുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. എവിടുത്തെ കൊച്ച, നീ സ്കൂളിൻ്റെ പിന്നിലാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ ജഗതി സ്കൂളിൻ്റെ പിന്നിലാണോ ഉള്ളത്, അല്ലെങ്കിൽ അടുത്താണോ താമസിക്കുന്നത്, ബാ ഇരിക്കുക, ആഹാരം കഴിക്കുക. അവൻ്റെ ആദ്യത്തെ ഒരു സങ്കോചമൊക്കെ ഇന്ന് ഞാൻ സിനിമയിൽ കാണുമ്പോൾ ഒരുപക്ഷെ അഭിനയത്തിൻ്റെ എൻ്റെ ഒരു വലിയ ഘടകം അതൊക്കെ തന്നെയാണ്. കാരണം അവൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും വന്ന് വേറൊരു അന്തരീക്ഷത്തിലേക്ക് പെട്ടുപോകുമ്പോൾ അവൻ്റെ ജിജ്ഞാസയും അവൻ്റെ കൗതുകവും ഉള്ളിലെ സന്തോഷവും ഒക്കെ അന്നെൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ്. ഇന്ന് അത്തരമൊരു കഥാപാത്രം വരുമ്പോൾ എനിക്ക് അഭിനയത്തിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് അന്നത്തെ കാലത്ത് എൻ്റെ സതീർത്ഥ്യമായിട്ടുള്ള എൻ്റെ ഇടപെടലുകളാണ്. SSLC വലിയൊരു കടമ്പയായിരുന്നു. ഈ SSLC സമയത്ത് മാത്രം ഈ പാട്ടകൊട്ടി പോകാനുള്ള ഒരു പ്രവണതയൊന്നും അന്നില്ല. കാരണം കൂടുതൽ പഠിക്കാനുണ്ട്. ഇന്ന് +2 ഒക്കെ കരുതുന്ന, എൻട്രൻസും ഒക്കെ കരുതുന്ന പോലെ വളരെ ഭീതിയോടുകൂടി വീക്ഷിച്ചിരുന്ന ഒരു പരീക്ഷയാണ് SSLC. SSLCക്ക് തോറ്റാൽ ജീവിതം പോയി എന്നുള്ള അവസ്ഥയായിരുന്നു. SSLCക്ക് തോറ്റാൽ പോയി. അന്ന് SSLCക്ക് റാങ്ക് മേടിച്ചാൽ തരുന്ന സമ്മാനമോ ഒന്ന്. പക്ഷേ ഇന്നത്തെ കുട്ടികളായ നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ വിദ്യാർത്ഥികളായ എൻ്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അല്ലെ എൻ്റെ കുട്ടികൾ തെറ്റിദ്ധരിക്കും, ഒരു ഫാവർ ലൂബ വാച്ചാണെന്ന് സമ്മാനം. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ഒരു വാച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉറക്കടച്ചപ്പെടുക. എൻ്റെ കുഞ്ഞുങ്ങളെ അന്ന് വാച്ചൊരു വലിയ ധനം തന്നെയായിരുന്നു. ഒരു ഫേവർ ലൂബ വാച്ച്, ഒരു ഹെൻറി സാൻഡോസ് വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇന്നിപ്പോൾ ഒരു എയ്റോപ്ലെയിൻ കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കില്ലേ? അല്ലെങ്കിൽ വളരെ ഹൈ ടെക്നോളജി അല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ അല്ലെ ലാപ്ടോപ്പ് കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കില്ലേ? അതുപോലെ സന്തോഷിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഒരു ഫേവർ ലൂബ വാച്ചിന് വേണ്ടി ഉറക്കളച്ച് മാസങ്ങളോളം ഞാൻ SSLC പഠിച്ച് ഞാൻ ഫസ്റ്റ് ക്ലാസ് നേടിയിട്ടുണ്ട്. അന്ന് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണെന്ന് ഫസ്റ്റ് ക്ലാസ് എന്ന് കരുതിക്കോണം. ഇന്നത്തെ പോലെ ഒരു ക്ലാസ്സിൽ ഒരുപാട് പേർക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ല. ഞാൻ സസ്യശാസ്ത്രം ഐച്ഛിക വിഷയമായെടുത്ത് പാസ്സായപ്പോൾ ഏതാണ്ട് 2 ഫസ്റ്റ് ക്ലാസ് ഇതിലുണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കുക. ബാക്കിയെല്ലാം ഒരു 4 ഹൈ സെക്കൻഡ് ക്ലാസ്സും ബാക്കിയെല്ലാം തേർഡ് ക്ലാസ്സുമാണ്. അങ്ങനെ ഈ 10ാം ക്ലാസ്സോടുകൂടി ഓണത്തിൻ്റെ ഒരു ആഘോഷ തീവ്രത ഒന്ന് കുറഞ്ഞു. കൂടുതൽ സമയം വീട്ടിലിരിക്കുക, പഠിക്കുക. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ പിൻതലമുറക്കാർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഈ പാട്ടയും കൊട്ടി ഇങ്ങനെ ഈ പുല്ലുമൊക്കെ ദേഹത്ത് വെച്ച് കെട്ടിയിട്ട് മറ്റേ പാള മുഖമൊക്കെ വെച്ചിട്ട് എൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാനും ഇതുവഴി നടന്നു പോയതാണല്ലോ എന്ന് അന്ന് ഞാൻ ആലോചിച്ചില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മതിലിൽ കൂടെ ഒന്ന് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കലാണ് ജോലി. അങ്ങനെ കളിക്കടാ, ആ പാട്ട ഇങ്ങനെ കൊട്ടടാ, അങ്ങനെ വെച്ചാൽ സ്റ്റെപ്പ് ഇങ്ങനെ വൈ, അങ്ങനെ വൈ എന്നൊക്കെ മതിലിൻ്റെ പുറത്തിരുന്ന് ഉപദേശം. കാരണം ഉപദേശിക്കാൻ വേണ്ടി എളുപ്പമാണല്ലോ, 10 പൈസ ചിലവില്ലല്ലോ, വെറുതെ ഒന്ന് ഉപദേശിച്ചാൽ മതിയല്ലോ. അങ്ങനെ മതിലിൽ നിന്ന് ഓരോ ചേട്ടന്മാരുടെ ഉപദേശവും കേട്ട് പിന്നെ എന്തെങ്കിലും കാശ് ഞങ്ങൾക്ക് കാശൊക്കെ കൊടുക്കും. അന്ന് അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഇച്ചിരി വെട്ടിച്ചൊക്കെ എടുക്കുന്ന കാശുണ്ടാവും. അപ്പം അമ്മ ജീവിച്ചിരിപ്പിൽ ധൈര്യമായിട്ട് പറയാം, 2 രൂപയൊക്കെ തരുമ്പോൾ ഒരു 8 അണയൊക്കെ ഇങ്ങനെ പോക്കറ്റ് ഇട്ടേക്കും ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് ഈ ദുരുദ്ദേശപരമായ സീർട്ട് വലിക്കാനോ ഒളിച്ചു നിന്ന് ബീഡി വലിക്കാനോ മൂക്കുപ്പൊടി വലിക്കാനോ ഒന്നുമല്ല. ചില്ലറക്കാര്യത്തിൽ ഐസ്ക്രീം മേടിക്കുക, അന്നത്തെ ലവ്വോ എന്നൊരു മുട്ടായിയൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ച് ചവയ്ക്കുക. അതിന് വേണ്ടി ഇട്ടിരിക്കുന്നതൊക്കെ ഈ 50 പൈസയൊക്കെ ഇവർക്ക് കൊടുക്കും. അപ്പോൾ പിള്ളേർക്ക് അത് വലിയ ചേട്ടാ അമ്പിളിച്ചേട്ടാ തന്നെ എന്നെ ആ നാട്ടിലുള്ളൊരു വിളിക്കുന്നത്, എന്നേക്കാൾ പ്രായം കുറഞ്ഞു. അങ്ങനെ അമ്പിളിച്ചേട്ടാ വിളിയും കേട്ടു, ഒരു 50 പൈസയും കൊടുത്തു. പിള്ളേർ ഇങ്ങനെ തുള്ളിച്ചാട്ടും. അപ്പോൾ പാട്ടകളുടെ എണ്ണം വർദ്ധിച്ചു. വേറെ ചില കമ്പനികൾ പാട്ടകൾ വലിപ്പം മാറി, വളരെ നീളത്തിലുള്ള പാട്ടകൾ വന്നു. അതായത് ടിന്നുകൾ, ഡാൽഡ ടിന്ന് അപ്പോഴും ഉണ്ട്, ഒരു അവിഭാജ്യ ഘടകമാണ്. അങ്ങനെ പല ടിന്നുകളും കൂട്ടി വീണ്ടും ഇങ്ങനെ കുട്ടികൾ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞ് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി വന്നപ്പോഴത്തേക്ക് ഓണം നിശേഷം മറന്ന മട്ടായി. കാരണം മിക്കവാറും ഓണ സമയത്ത് ഹോസ്റ്റലിലൊക്കെയാണ്. ഞാൻ ഹോസ്റ്റലിലെ താമസം, ഡേ സ്കോളറാണ്, വീട്ടിൽ നിന്നാണ് പോകുന്നത്. പക്ഷേ എങ്കിലും അല്ലറ ചില്ലറ ഇച്ചിരി ഒരു മുതിർന്നു എന്നൊരു തോന്നൽ വന്നു. ഈ മീശയൊക്കെ ഒന്ന് തീപ്പെട്ടി കോല്, അന്ന് ഐബ്രോ പെൻസിൽ തീപ്പെട്ടി കോല് ഇങ്ങനെ കത്തിച്ചിട്ട് നക്കിയേച്ച് ഇങ്ങനെ വരച്ച് കണ്ണാടി നോക്കും. അവിടെ കൂട്ടുകാരനും അങ്ങനെ. ഇതൊന്നുമില്ല, കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. അന്ന് ഇന്നത്തെ പോലെ നിങ്ങളനുഭവിക്കുന്ന വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. പെണ്ണുങ്ങളെ നോക്കിയാൽ സസ്പെൻഷനാണ്. അതാണ് അന്നത്തെ കോളേജുകൾ. നോക്കിയാൽ മതി. അവർ വിശ്രമിക്കുന്ന വെയിറ്റിംഗ് ഷെഡിൻ്റെ അടുത്തെങ്ങാനും ചെന്ന് ചുമ്മാ ഒന്ന് കാണിച്ചാൽ അവൻ്റെ TCയും പോക്ക്, ആ കോളേജിൽ പഠിത്തവുമില്ല. എന്തിനാ അവിടെ പോയി താൻ നിന്നത് എന്ന് പ്രിൻസിപ്പളിൻ്റെ ഒറ്റ ചോദ്യം.
യു ആർ സസ്പെൻഡ്. വേറെ യാതൊരു എൻക്വയറി ഇല്ല, യാതൊന്നുമില്ല, പോലീസ് പരാതിയില്ല, ഒന്നുമില്ല, ഒരു രക്ഷയില്ല. കാരണം നിനക്ക് ഒരു സ്ഥലം തന്നിട്ടുണ്ട്, ഇപ്പോൾ ആൺകുട്ടികൾക്ക് ഇരിക്കാവുന്ന സ്ഥലമുണ്ട്, അവിടെ ഇരുന്നാൽ മതിയല്ലോ. ഈ പെൺപിള്ളേർ ഊണ് കഴിച്ചിട്ട് കയ്യും കഴുകി അവിടെ നിൽക്കുന്നിടത്ത് നീ എന്തിനാണ് പോയി വായി നോക്കി നിൽക്കുന്നത്? ഈ ആ വാക്ക് തന്നെ അച്ഛൻ പ്രയോഗിക്കും, പ്രിൻസിപ്പൽ അച്ഛൻ പ്രയോഗിക്കും. അതുകൊണ്ട് വളരെ ഭയമായിരുന്നു. അങ്ങനെ ഈ തീപ്പെട്ടി കോല് കൊണ്ട് വരച്ച് അവിടെ ശേഷം ഈ ഓണസദ്യയിൽ പിള്ളേർ മിക്കവാറും കോട്ടയം, മാന്നാർ, കോന്നി, റാന്നി, തിരുവല്ല, ചങ്ങനാശ്ശേരി അങ്ങനെയുള്ള നിരവധി സുഹൃത്തുക്കൾ ശ്രീ ടി എം ജേക്കബ് ഇവിടെ ഹോസ്റ്റലിലായിരുന്നു താമസം. അപ്പോൾ അതിന് ഓണത്തിനന്ന് ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ഇല്ല. ആ റൂമിൽ താമസിക്കല്ല കൂടെ എടോ ഇന്ന് ഓണമല്ലേ, തൻ്റെ ഓണം നമുക്ക് ആഘോഷിച്ചുകളാം. എവിടുന്നെങ്കിലുമൊക്കെ കുറേ ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൂടെ ദോഷം പറഞ്ഞുകൂടാ, നോൺ വെജ് ഉൾപ്പെടും കേട്ടോ. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഹോട്ടലിൽ നിന്ന് ചിക്കന്, ബീഫ് ഒക്കെ ഉണ്ടാവും. വീട്ടിലാണ് സമ്മതിക്കില്ല. ഇല വെട്ടിയിട്ട് മറ്റേ പൗരാണിക രീതിയിൽ സദ്യ മാത്രമാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഒരു ഇറച്ചി കഴിച്ചാൽ കൊള്ളാൻ തോന്നുമ്പോൾ പിരിവൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്റ്റലിൽ ഒരു സദ്യ. അതുപോലെ റംസാനുണ്ട്, അതുപോലെ ക്രിസ്മസിനുണ്ട്. അപ്പോഴൊക്കെ അവിഭാജ്യ ഘടകം ഇറച്ചിയാണ്. അത് ഓണത്തിനുമുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് വീട്ടിൽ ഒന്നൊരു കള്ളം പറയും, നാടകത്തിൻ്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഓണം കഴിഞ്ഞാൽ ഉടനെ അമ്മ അങ്ങനെയാണ്, നാടകത്തിൻ്റെ റിഹേഴ്സലാണ്. അങ്ങനെ കൂട്ടുകാരുമൊട്ടിയാണ് ഇരുന്ന് പോയി. അങ്ങനെ അവിടെ ഇരുന്ന് ആഹാരം വിശന്നപ്പോൾ കഴിച്ചു പോയി. സദ്യ അവിടെ ഉണ്ട്. പിന്നെ കോളേജിൻ്റെ വകയായിട്ട് സദ്യയുണ്ട്. പ്രത്യേക സദ്യ ഒരുക്കിയിരുന്നു ഹിന്ദുക്കളായ കുട്ടികൾക്ക് വേണ്ടി. അന്നത്തെ തലമുറ അങ്ങനെ പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഒരു ചെറിയ സ്നേഹം തോന്നും. ഓ അങ്ങനെയും ഉണ്ടോ? കാരണം ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സഭ നടത്തുന്ന ഒരു കോളേജിലാണ്. എന്തൊരു എവിടെയാണ് സ്നേഹം ഇടാന്ന് പറയും. അതാണ് കർത്താവിൻ്റെ സ്നേഹം. അവിടെ ഞാൻ പറ അമ്മ അവിടെ അങ്ങനെ ഓണമെന്നോ റംസാനെന്നോ ക്രിസ്മസോ ഒന്നുമില്ല. റംസാന് ബിരിയാണി. ഇങ്ങനെ എന്തെങ്കിലും അനാവശ്യങ്ങൾ ദർബാറുകൾ ഹോസ്റ്റൽ റൂമിൽ ഒരുമിച്ചിരുന്ന് നടത്തിയെന്നറിഞ്ഞാൽ നടത്തുന്നവൻ്റെ എല്ലാം TC കീറി വെളിയിൽ തള്ളും. അങ്ങനത്തെ അവസ്ഥ. അങ്ങനെ ഒരു ആഘോഷവും റൂമുകളിൽ പാടില്ല. ക്യാൻറ്റീനിൽ നിന്നുള്ള ഫുഡുണ്ട്, അത് കഴിച്ചോണം. വെളിയിൽ നിന്ന് ഭക്ഷണ സാധനം ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്നും കൂടെ നിയമമുണ്ട്. കാരണം അന്നത്തെ കാലത്ത് വല്ല ഫുഡ് പോയ്സണിങ്ങോ വല്ലതും വന്നാൽ അത്ര വളരെ മുൻകൂട്ടി ചിന്തിക്കുന്ന ഒരു കാലമാണെന്ന് ആലോചിക്കണം. കോളേജിൽ പഠിക്കുന്ന, ഹോസ്റ്റലിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ പുറത്തുപോയി ആഹാരം കഴിച്ചിട്ട് വരികയോ പുറത്തുനിന്ന് ആഹാരം വരുത്തി കഴിക്കുകയോ ചെയ്ത് എന്തെങ്കിലും ഫുഡ് പോയ്സണിങ് വന്ന് 10, 100 അല്ലെ 10, 50 പിള്ളേർ താമസിക്കുന്ന ഹോസ്റ്റലിൽ 5, 6 പേര് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായാൽ അത് കോളേജിന് ദുഷ്പേരാത്രേ. കാരണം അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുന്ന, അവിടുത്തെ മെസ്സിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം കുട്ടികൾക്ക് അപ്രിയമായതാണ് കൊടുക്കുന്നത് എന്നൊരു ധാരണ പത്രങ്ങളിലൂടെ ജനങ്ങളിൽ പടരും. അത് കോളേജിൻ്റെ സൽപ്പേരിനെ ബാധിക്കും എന്ന് വളരെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഭക്ഷണം വരെ വളരെ കൃത്യമായിരിക്കണം അവിടെ. അത് കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് അത്രയ്ക്ക് സ്ട്രിക്റ്റായിരുന്നു. ആ സ്ട്രിക്ട്നെസ് ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ പ്രീ ഡിഗ്രിയിൽ ഹോസ്റ്റലിലെ ഓണം എല്ലാം കഴിച്ചിട്ട് ഡിഗ്രിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് മീശ കറുപ്പിക്കേണ്ട അവസ്ഥയൊന്നുമല്ല. ഏകദേശം എന്നാലും കാരണം അറിയാമല്ലോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള പ്രായം, അതിനനുസരിച്ചെങ്കിലും അതുണ്ട് എന്നുള്ളത്. ഏതാണ്ട് വേലുത്തമ്പി ദളവയുടെ മീശ ഉണ്ടെന്നുള്ള രീതിയിലാണ് എൻ്റെയൊക്കെ ഒരു നടപ്പിങ്ങനെ. ഒന്നുമില്ല, അങ്ങിങ്ങായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കൊയ്ത് കഴിഞ്ഞ പാടത്ത് വീണ് കിടന്ന നെല്ല് അങ്ങിങ്ങായിട്ട് ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട്. അതിങ്ങനെ തറവി ചുമ്മാ ആരും നമ്മളെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തി. അങ്ങനെ അതിൻ്റെ ആ ഇടയ്ക്കൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഹരിഹരൻ സാറിൻ്റെയൊക്കെ കോളേജുകൾ അങ്ങനെയൊക്കെ ചില പടങ്ങളും. അത് ഞാൻ സിനിമയിൽ വന്നിട്ടാണോ അതിന് മുമ്പാണെന്ന് പറഞ്ഞാൽ ഈ ശശികുമാർ സിനിമയിലെ ക്യാമ്പസ് പ്രേമങ്ങൾ, അവർ തടിയൻ വിദ്യാർത്ഥിമാരൊക്കെ നിന്ന് ഒരു നോട്ട്ബുക്കുമായിട്ടൊക്കെ ഉള്ളതൊക്കെ ചെറിയൊരു പ്രേരണ നമുക്ക് തന്നിരുന്നു. അങ്ങനെ ഒരു ഡിഗ്രിയൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചും കൂടെയൊക്കെ മുതിർന്നു. അപ്പോഴൊക്കെ നിർബന്ധമായും അച്ഛനും അമ്മയും പറഞ്ഞ ഉടനെ ഓണം ഉണ്ണാൻ വീട്ടിൽ വരും. ഹോസ്റ്റലിലും ഒക്കെ ഓണം ഉണ്ണുന്ന മാറ്റി. കാരണം എൻ്റെ മുത്തശ്ശിയുണ്ടെന്ന് അവരും നിർബന്ധിക്കും. എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവർ ഈ ചെറിയ നാളികേരമൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു 5 രൂപ എനിക്ക് തരും. അന്നത്തെ 5 രൂപ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും. വീട്ടിൽ നിന്ന് 5 രൂപ തന്നാൽ ചെക്ക വഷളായിപ്പോവും എന്നാണ് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അഭിപ്രായം. 5 രൂപ ഒന്നും കൊടുത്തേക്കരുത്. ഇടയ്ക്ക് അമ്മൂമ്മ വഴക്ക് പറയുന്നതാണ്, നിങ്ങളാണ് അവനെ വഷളാക്കുന്നത്. ഈ 5 രൂപയൊക്കെ ഈ പീക്കർ ചെറുക്കന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവന് വല്ലതൊക്കെ ചെയ്യണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഉത്തരം പറയുമോ? അവൻ വഴി തെറ്റിപ്പോയാൽ നിങ്ങൾക്കെന്തോ നഷ്ടം? എൻ്റെ അച്ഛനും എൻ്റെ അമ്മ. അപ്പോഴും ഞാൻ അമ്മൂമ്മയുടെ സൈഡാണ്. അമ്മൂമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നല്ലോ, പക്ഷെ ഒന്നും മിണ്ടാൻ ധൈര്യമില്ല അച്ഛനോട്. ഇതൊക്കെ ഓണക്കാലത്തൊക്കെ സംഭവം. ഈ സിനിമയിലെ ക്ലൈമാക്സ് പോലെ നിങ്ങൾ മേലെ കാശ് കൊടുത്തെന്ന് പറഞ്ഞാൽ മേലെ ഇനി വീട്ടിലോട്ട് വരരുത്. ഓണത്തിന് അമ്മൂമ്മ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരും, ഇനി വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞ് സങ്കടമായി. എങ്കിലും അമ്മ പറ, അതൊക്കെ അവൻ ചുമ്മാ പറയൂടെ, നീ ഇത് കൈ വെച്ചോ,
ഇടയ്ക്ക് ഉപദേശത്തിന് പറയും ബുക്ക് വാങ്ങിക്കണേ നോട്ട് ബുക്ക്, വേറൊന്നും വാങ്ങിക്കല്ലേ. കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞു അവൻ വല്ലതുമൊക്കെ വാങ്ങി വല്ലതുമൊക്കെ തിന്നണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വേറെ വല്ലത്തിനും കൊടുക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും. അത് വിചാരിച്ചു നീ ബുക്ക് വാങ്ങിക്കണം, ബുക്ക് പെൻസിൽ ഒക്കെ വാങ്ങിച്ചോണേ, പഠിത്ത സാമഗ്രികൾ വാങ്ങിച്ചോണേ എന്നാണ് അർത്ഥം. വാസ്തവത്തിൽ അതുകൊണ്ട് സിനിമ എം ജി ആറിൻ്റെ ശിവാജി ഗണേശൻ്റെ സിനിമകൾ കണ്ടത് വേണ്ടി അമ്മൂമ്മയുടെ കാശുണ്ട് ₹1 ടിക്കറ്റ്, ചിത്ര തിയേറ്റർ, ആര്യശാല. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടൊരു നടനാണ് ശിവാജി ഗണേശൻ. ഓണത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യം പറയണം, കാരണം എൻ്റെ ബാലപാഠം തുടങ്ങുന്ന അവിടെയാണ്. പലർക്കും പല അഭിപ്രായം അദ്ദേഹത്തെപ്പറ്റി ഉണ്ടാവും, പക്ഷേ ഞാൻ അഭിനയത്തിൻ്റെ വിവിധ തലങ്ങൾ ദർശിച്ചത് അദ്ദേഹത്തിലൂടെയാണ്. അത് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ത്രില്ലടി വേണമെങ്കിൽ MGR ഉണ്ട്, കാരണം തുടക്കം മുതൽ ഇടി, പിന്നെ പാട്ട്, മനോഹരമുന്നരൻ്റെ ഡാൻസ്, അതിന് ചിത്രയിൽ വേറൊരു പരിപാടിയും കൊണ്ട് ഇങ്ങനെ കപ്പലണ്ടി ഉണ്ട്. അന്നത്തെ ഈ ഐസ് ക്രീമോ സ്നാക്കോ ഒന്നുമില്ല, കപ്പലണ്ടി. അത് ഇത്ര നീളത്തിലാണ് ആ പൊതി, ഇങ്ങനെ ഒരു 2 അണ്ടിയാണ് മേളിൽ, ബാക്കി മുഴുവൻ ഇങ്ങനെ വെറും പേപ്പറാണ്. നമ്മളിങ്ങനെ കൊടുത്ത് ഒരെണ്ണ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തപ്പുമ്പോൾ ഇത് മാത്രം കാണും, ബാക്കി അങ്ങോട്ട് വെറുതെ. അപ്പം ഇതിൻ്റെ ഈ പൊതിയുടെ നീളം കണ്ടാൽ തോന്നും ഭയങ്കരമായിട്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലെന്ന്. അങ്ങനെ പ്രകടമായ പറ്റിപ്പ്. ആ 2 എണ്ണം കുറച്ചുകൊണ്ട് ഈ ബാക്കി പേപ്പർ ആ ദേഷ്യത്തിന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് വിടും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ചിത്ര തിയേറ്റർ സിനിമ കാണുന്നവർക്കറിയാം, ഈ റോക്കറ്റ് പോലെ ഈ പേപ്പർ ഏതാണ്ട് 10,000-ൽ പരം പേപ്പർ കുറ്റികൾ അതിൻ്റെ റൂഫിൽ, അത് തുണിയാണ്, ആ തുണിയിൽ ഈ പേപ്പർ ഇങ്ങനെ വെച്ച് അങ്ങ് വിടുമ്പോഴത്തേക്ക് ഇത് ഒരാരോ തന്നെയാണ്, ഇങ്ങനെ കുത്തി ചിലപ്പോൾ ത്രില്ലടിക്കുമ്പോഴും MGRൻ്റെ സ്റ്റണ്ട് കാണുമ്പോൾ ഇങ്ങനെ വിട്ടേക്കുക. അതൊരു അതൊരു രസം. അല്ലാതെ സീറ്റ് ചവിട്ടി പൊളിക്കുക, കുത്തിക്കീറി സ്പോഞ്ച് എടുത്ത് പുറത്തിടുക, തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ പുറത്ത് ചവിട്ടി രസിക്കുക, അല്ലെങ്കിൽ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന അപരിചിതനായ ആളുടെ തോളി കൈവച്ചിട്ട് ചിരിച്ച് അവനെ കൂടെ ബുദ്ധിമുട്ടിക്കുക. അത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളിരിക്കുന്ന വിരലിലോട്ട് ഇങ്ങനെ കുത്തി നോക്കുക. അങ്ങനത്തെ ത്രില്ലടിയൊന്നും അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്ത അട്ടിച്ച് ഷേപ്പ് മാറ്റിക്കളയും. അന്നത്തെ കാലത്ത് നിരപ്പാക്കി കളയും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾ കോളേജ് പിള്ളേർ വരുമ്പോൾ പ്രത്യേകം നമ്മുടെ മുതിർന്ന ചേട്ടന്മാരെ പോലുള്ളവർ കോളേജ് പഠിക്കുന്ന വരുന്നുണ്ട്, ഒന്ന് നോക്കിക്കോണേ. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒരു 2-3 മുതിർന്ന പാർട്ടീസ് നമ്മളെ റൗണ്ട് ചെയ്യും. കാരണം നമ്മളെന്തെങ്കിലും കിശവത്ത് കാണിച്ചാൽ ആ സെക്കൻഡ് 2 പൊട്ടിക്കലും തന്ന് വീട്ടിൽ പെടാം എന്ന് പറഞ്ഞു വിടണം. എന്നാൽ അതല്ലല്ലോ, അവൻ ചെയ്യണമൊക്കെ ഒന്നും കൂടെ കുത്തിക്കൊടു, ഒന്നും കൂടെ 2 ചവിട്ടും കൂടെ കൊടു, അമ്മെടുക്കൻ ഫസ്റ്റല്ലേ അവനല്ലേ നമ്മുടെ ആൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എൻകറേജ് ചെയ്യാനാണ് അതിന് താല്പര്യം. മറ്റേതല്ല, തിയേറ്റർ പബ്ലിക് സ്ഥലത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം, ഓണക്കാലത്തിൽ ഒരു ചെക്കൻ 18 വയസ്സിൽ താഴെ ഒരു ചെക്കൻ കാണിച്ചാൽ അപ്പം തന്നെ എവിടുത്തേടാ നീ വെച്ചിട്ട് പരിചയമുള്ള സ്ഥലത്തന്നെ പറഞ്ഞു വിടും. അതുപോലെ തന്നെ കള്ള് ഷാപ്പിൽ ഞങ്ങൾ ഓണക്കാലത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കള്ള് ഷാപ്പിൽ കയറി, പേട്ട കള്ള് ഷാപ്പിൽ ഞങ്ങളെ അതിനകത്ത് കയറ്റിയില്ല. പഠിക്കാൻ തുടങ്ങി മൂക്കി മീശ കിളുത്തില്ല, അവൻ കള്ളു പിടിക്കാൻ തുടങ്ങുന്നത്. ഓടാ അപ്പം അമ്മയ്ക്ക് നാട്ടുകാർക്കും പേര് ദോഷം ഉണ്ടാക്കാതെ ഒരു വലിയ വയറ ഒരു ചേട്ടൻ അവിടെ ജമ്മിയാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഓടാ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു, വിരട്ടി വിട്ടു. ഇന്നൊരു കള്ള് ഷാപ്പിൽ ചെന്നാൽ വിരട്ടി വിടുമോ? മുതിർന്ന ചേട്ടൻ വിരട്ടി വിടുമോ? എനിക്ക് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് കൂടെ വാങ്ങിച്ചാൽ ഇല്ല, ഒന്നുമില്ല കൈ കാഴ്ച ഉണ്ടെങ്കിൽ ₹1 എനിക്ക് കൂടെ വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ ഓണം. അന്നത്തെ ഓണം അതല്ല, കള്ള് ഷാപ്പ്. മുതിർന്നവർ പെരുമാറുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു 18 വയസ്സുകാരനോ 19 വയസ്സുകാരനോ കണ്ടാൽ നീ ഇന്നടത്തല്ലയോടാ, നീ ഇന്നാരുടെ മോനല്ലയോ, പോടാ അവിടുന്ന്. അല്ലെങ്കിൽ ആ ഓഫീസിൽ വിവരം അറിയിച്ചിരിക്കും തൻ്റെ മോൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, ആ പേട്ട കള്ള് ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ നടപ്പുണ്ടാവും. ചെറുക്കന് പഠിക്കാനൊന്നുമില്ലേ. അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തിയിൽ നിന്ന് ഒരു കമ്പ് എടുത്ത്, അതായത് അച്ഛൻ്റെ ഫയൽ ഇങ്ങനെ കക്ഷത്തിലുണ്ട്, അവിടെ നിന്ന് ഈ കൊമ്പ് അങ്ങോട്ട് ഓടിച്ച് അതിൻ്റെ ഇലയും പൂവെല്ലാം കളഞ്ഞ് അത് കയ്യിലെടുത്തില്ല. എവിടെയാ അവൻ? അമ്മയോട് ചോദിക്കും. അല്ല അവൻ ഇവിടെ ഉണ്ട്. എന്ത് കാര്യമൊക്കെ പിന്നെ ഇഞ്ഞ് വേടാ ഒരു 5 അടി. അപ്പോൾ ഈ മോഡൽ സ്കൂളിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന കാക്കി നിക്കർ അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ. ഷർട്ട് മാത്രമേ അഴിച്ചിട്ടുള്ളൂ, കാരണം പന്ത് കളിക്കാൻ പോകണം. ആ നിക്കറിൻ്റെ നല്ല നീറ്റ് അടിയാണ്, നല്ല ഫ്ലാപ്പ് ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് തോടെ നല്ല ക്ലിയറാക്കി വെച്ചിട്ട് ടഞ്ച് പൊടി പറക്കും. കാരണം 5 ദിവസമായി കാക്കി നിക്കർ നനച്ചിട്ട്. കാക്കിയായതുകൊണ്ട് നനയ്ക്കേണ്ട കാര്യമില്ല, യൂണിഫോം അല്ലേ, ഒരാഴ്ചയ്ക്ക് ഒരിക്കലേ നടക്കുള്ളൂ. എന്നൊരു പൊടി, പടപടാ പൊടി. എന്ത് ഇങ്ങനെ തറയിക്കൊണ്ട് പറയും, നിന്നെ പഠിക്കാനല്ലേ പറഞ്ഞു വിട്ടു, എന്തിന് കള്ള് ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ പോയി? എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഓണം പോയി. കാരണം ഓണക്കാലം മുഴുവൻ സങ്കടം. നമുക്കെതിരെ സ്പൈ വർക്ക് ചെയ്യുന്ന ആരാണ്? അത് എൻ്റെ അച്ഛനെ എൻ്റെ പപ്പായെ എങ്ങനെ അറിയിച്ചു, ആരറിയിച്ചു? അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛനും അവിടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കളുടെ മക്കൾ തമ്മിൽ പരിചയമില്ലെങ്കിലും
ഡിഗ്രി 3-ാം വർഷ വിദ്യാർത്ഥിയായപ്പോൾ ഓണം എൻ്റെ മനസ്സിൽ നിന്നും ക്രമേണ അകലാൻ തുടങ്ങി. ആ ഓണത്തിനോടുള്ള ഒരു 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 പ്രതിപത്തി വളരെ കുറഞ്ഞു തുടങ്ങി. എന്താണെന്നറിയില്ല, ഒരു പക്ഷേ ആ പ്രായം, അല്ലെങ്കിൽ പിന്നെ ഞാൻ കോളേജിലൊക്കെ വളരെ സജീവമായി കലാമേഖലയിൽ വളരെ ഉത്സാഹത്തോടുകൂടി പിന്നെ പ്രവർത്തിച്ചിരുന്നു. ഞാൻ കോളേജ് ആർട്സ് സബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അന്നത്തെ CL ജോസ്, PJ ആൻ്റണി, കുര്യാക്കോസ്, NN പിള്ള, ജഗതി NK ആചാര്യ, എൻ്റെ അച്ഛൻ്റെ TN ഗോപിനാഥൻ നായർ, വീരരാഘവൻ നായർ, അങ്ങനെയുള്ളവരുടെയൊക്കെ നാടകങ്ങളെടുത്ത് ഞാൻ ഇന്നത്തെ പ്രശസ്തനായ ശ്രീ രവി വള്ളത്തോൾ, ഒരു മിസ്റ്റർ ശശിധരൻ, അദ്ദേഹം ഇപ്പോൾ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറൊക്കെയാണ്, അങ്ങനെ പിന്നെ ശ്രീ TM ജേക്കബ്, ശ്രീ ജയകുമാർ IAS ചീഫ് സെക്രട്ടറി, അങ്ങനെയുള്ളവർ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന റിഹേഴ്സലിലൊക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ ഈ നാടകത്തിൻ്റെ റിഹേഴ്സലും അതിൻ്റെ പരിപൂർണ നിയന്ത്രണം എന്നിലാണ്. അപ്പോൾ ഓണക്കാലത്ത് വരുന്ന അവധികളിൽ മിക്കവാറും കോളേജിൽ താമസിച്ച് ഈ സ്ക്രിപ്റ്റൊക്കെ അന്ന് സിറോക്സോ യാതൊന്നുമില്ല, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ തന്നെ ഇരുന്ന് കാർബൺ പേപ്പർ വെച്ച് എഴുതി ഇവരെല്ലാം ഏൽപ്പിച്ച്, അത് സ്റ്റുവർട്ട് സാർ അല്ലെ ഓണക്കൂർ സാർ അവർ പറയും, ശ്രീകുമാർ ഇതിൻ്റെ കോപ്പിയെല്ലാം എടുത്ത് 12 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ 12 പേർക്കും ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം. അവർ റിഹേഴ്സലിനെ വരുള്ളൂ. അവർ വെക്കേഷൻ മുഴുവൻ ജോളി അടിച്ച് വീട്ടിൽ നടക്കും. ഞങ്ങൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ മുറിയിൽ ഇരുന്നിട്ട് ഈ 12 കോപ്പിയായിട്ട് എല്ലാവരുടെ വീടുകളിലും കൊണ്ട് ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഓണക്കൂർ സാറിൻ്റെ ശിക്ഷ കിട്ടും, സ്റ്റുവർട്ട് സാറിൻ്റെ ശിക്ഷ കിട്ടും. ഒരാൾ ഇംഗ്ലീഷിലായിരിക്കും ശിക്ഷിക്കുന്നത്, മറ്റൊരാൾ മലയാളത്തിലായിരിക്കും. ഇത് രണ്ടും ഏറ്റുവാങ്ങണം. പക്ഷേ ഇത്രയൊക്കെ കിടന്ന് എഴുതിയിട്ട് എൻ്റെ കൈപ്പട ഇന്നും മോശമാണ്. പക്ഷെ അതുകൊണ്ട് അന്ന് വിവിധ നാടകൃത്തുക്കളുടെ ഈ സംഭാഷണങ്ങൾ വെറുതെ പകർത്തി കിട്ടിയ ഒരു ശീലം ഇന്നെനിക്ക് സിനിമയിൽ ഒരു കഥാപാത്രം സംഭാഷണം ഉരുവിടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അന്ന് എനിക്ക് കിട്ടിയ പ്രവൃത്തി ഗുണകരമായി ഇന്ന് ഭവിക്കുകയാണ്. ഇതിനൊക്കെയാണ് ദൈവാധീനം എന്ന് പറയുന്നത്. ഇന്ന് ഓരോ നാടകൃത്തുക്കളുടെ ശൈലി ഏതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ കഴിയും. ഏത് രീതിയിൽ സംഭാഷണം ഉച്ചരിക്കണം, എവിടെയൊക്കെ പൂർണ്ണവിരാമം വേണം, അർത്ഥവിരാമം വേണം, അത്ഭുത ചിഹ്നം വേണം, ഇതൊക്കെ വളരെ വ്യക്തമായി ഇന്നത്തെ നാടകൃത്തുക്കൾ ഉണ്ടാവാം. പക്ഷേ എനിക്ക് കൂടുതൽ പരിചയം അന്നത്തെ നാടകൃത്തുക്കളുടെ പുസ്തകങ്ങളാണ്. വളരെ വ്യക്തമായി പങ്ക്ച്വേഷൻസ് വിടാതെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇന്ന് എനിക്ക് വലിയൊരു സഹായമാണ്. ഒരു പക്ഷേ ഭാവിയിലൊരു നടനായി മാറുവാൻ എനിക്ക് ദൈവം തന്ന, അല്ലെങ്കിൽ പൈതൃകമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കാരണവന്മാരുടെ ഭാഗ്യം കൊണ്ടോ, അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടോ എനിക്കതൊക്കെ പാഠങ്ങളായി അന്ന് വന്നതാവാം. എന്നിട്ടും കൈപ്പട ഇപ്പോഴും മോശം തന്നെയാണ്. കൈപ്പട നന്നായിട്ടില്ല. കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം, സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം ആകസ്മികമായ ജീവിതത്തിൽ ഒരു സംഭവ വികാസങ്ങളുണ്ടായി. ഒരു പ്രേമവിവാഹത്തിന് നിർബന്ധിതനായി. വീട്ടുകാരും നാട്ടുകാരുമൊക്കെ എതിർത്തു. തുടർന്ന് കേരളം വിടാനിടയായി. അത് കഴിഞ്ഞ് മദ്രാസിൽ വന്ന ശേഷം ഓണം എന്നുള്ളത് പരിപൂർണമായും വിസ്മരിക്കപ്പെട്ട് കഴിഞ്ഞു. പരിപൂർണമായും വിസ്മരിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നിൽ നിന്ന് അകന്നകന്ന് പോയി. എങ്ങനെ? ഞാനിന്ന് ഷൂട്ടിങ്ങിന് കാറിൽ പോകുമ്പോൾ കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി കാറിൻ്റെ പുറകുവശത്തെ ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോൾ മയിൽക്കുറ്റികൾ അകന്നകന്ന് പോകുന്നത് പോലെ ഓണം എന്ന് എഴുതി വെച്ച മയിൽക്കുറ്റി എന്നിൽ നിന്നും വളരെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ തമിഴ്നാട് സംസ്കാരം അനുസരിച്ചുള്ള മാട്ടുപൊങ്കലായി, കാവടിയാട്ടങ്ങളായി, അതിൻ്റെ പുറകെ 10 വർഷം വരെ അതിൻ്റെ പുറകെ നടന്നു എന്നല്ല, അവിടെയാണ് സിനിമ മുഴുവൻ. അങ്ങനെ 10 വർഷം വരെ വല്ലപ്പോഴും ഒരിക്കൽ കോഴിക്കോട് അച്ഛനും അമ്മയും താമസിക്കുന്ന, അന്ന് അച്ഛന് കോഴിക്കോടായിരുന്നു ജോലി, ഓൾ ഇന്ത്യ റേഡിയോയിൽ. അവിടെ വരുമ്പോൾ ഒരു ഓണം പേരിന് അവരെ തൃപ്തിപ്പെടുത്താൻ ഉണ്ണുന്നു. കാരണം മനസ്സ് മുഴുവൻ ഷൂട്ടിങ്ങാണ്. ഇന്ന് മറ്റന്നാൾ ട്രെയിൻ കയറി അവിടെ ചെന്നില്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പടത്തിലെ ചാൻസ് പോവും. അതുകൊണ്ട് മനസ്സെല്ലാം മനസ്സോടുകൂടി ഈ മിഴി ഇങ്ങും മനമങ്ങും എന്നുള്ള അവസ്ഥയിൽ ഓണം ഉണ്ണൽ കുറച്ചു കാലം തുടർന്നു. അത് കഴിഞ്ഞ് വളരെ തിരക്കുള്ള നടനായി നിങ്ങൾ മാന്യ പ്രേക്ഷകർ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു നടനാക്കി നിങ്ങൾ എന്നെ മാറ്റി, അല്ലെ ദൈവം എന്നെ മാറ്റി, വിധി എന്നെ മാറ്റി. ഇന്ന് ഓണം എനിക്ക് ആഘോഷിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓണ ദിവസവും ഷൂട്ടിങ്ങാണ്. ഇന്ന് എൻ്റെ മക്കൾ വിളിക്കാറുണ്ട്, പപ്പ വരുന്നില്ലേ ഓണം ഉണ്ണാൻ? ഇല്ല, വരാൻ പറ്റില്ല, കുറേ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സീൻ എടുക്കണം, ഞാൻ ഓണത്തിന് വന്ന നിർമ്മാതാവിന് കനത്ത നഷ്ടമാണ്. ഭാര്യ ചോദിക്കാറേ ഇല്ല. ഇന്നത്തെ ഓണത്തിന് പഴയ ഒരു നിഷ്കളങ്കത ഉണ്ടോ എന്നും എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഓണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അധികാരം തന്നെയായിരുന്നു പ്രശ്നം. ഇന്ന് ഓണത്തെക്കുറിച്ച് എൻ്റെ ഒരു വിശകലനം, ഒരു പക്ഷേ എതിരഭിപ്രായങ്ങളുണ്ടാകാം. അതായത് മനോഹരമായ രീതിയിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണകർത്താവിനെ,
അല്ലെങ്കിൽ ഒരു 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 ഭരണാധിപനെ വളരെ നിഷ്പ്രയാസം അയാളുടെ ഏറ്റവും വീക്ക് പോയിൻ്റ് മനസ്സിലാക്കിയിട്ട് അയാൾ അടിച്ച് താഴെയിട്ട് അധികാരം കൈക്കലാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. വാമനൻ്റെ കഥയിൽ നിന്നും അതാണ് മനസ്സിലാകുന്നത്. 3 അടി ഭൂമി മാത്രം ചോദിച്ചു. അദ്ദേഹം 3 അടി അളന്നെടുത്തുകൊള്ളാൻ പറഞ്ഞു. പക്ഷേ 3 അടി കൊണ്ട് ബുദ്ധിപരമായി സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്ത് 2 അടി കൊണ്ട് തന്നെ ഇതെല്ലാം അളന്നെടുത്ത് 3ാമത്തെ കാല് വയ്ക്കാൻ സ്ഥലമില്ലാതായി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഐതിഹ്യം. അങ്ങനെ പാതാളത്തിലേക്ക് പോയ മഹാബലിക്ക് നമ്മളൊരു വിസ കൊടുക്കുന്നു, ഒരു ദിവസം വന്ന് കാണാം പ്രജകളെ. അതാണ് തിരുവോണം എന്ന സങ്കല്പം. രാവിലെ അദ്ദേഹം വരും. പാവം അദ്ദേഹത്തെ വാസ്തവത്തിൽ വഞ്ചിക്കുകയില്ലേ? കാരണം എന്ത് പ്രാരാബ്ധവും പട്ടിണിയും നിത്യ ദുരിതത്തിലാണ് നമ്മൾ. ഈ ഗുണ്ടാവിളയാട്ടത്തിനിടയ്ക്കും എല്ലാം കിടന്ന് നമ്മൾ ഈ പറഞ്ഞ ദിവസവും കൊലപാതകം, ദിവസവും അപകട മരണം, ദിവസവും പറ്റിക്കൽസ്, ദിവസവും ചർച്ചയും വിഷയവും, ദിവസവും നിയമസഭ ബഹളം, ഇങ്ങനെയൊക്കെ പോകുന്ന കൂട്ടത്തിൽ ഈ പാവം വരുമ്പോൾ മാത്രം അയാളെ കളിപ്പിക്കാൻ വേണ്ടി, ഈ ചക്രവർത്തിയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഡ്രസ്സൊക്കെ കൊടുത്ത് ഞങ്ങളിവിടെ ഭയങ്കര സുഭിക്ഷമാണ്. സ്വാതന്ത്ര്യം കിട്ടി 60 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ 3 നേരം സുഭിക്ഷമായിട്ട് കഴിച്ച് നേമ്പൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഈ പാവത്തിനെ ധരിപ്പിച്ച് വിടുകയാണെന്നാണ് ഇതെൻ്റെ കോൺസെപ്റ്റാണ്. അത് ഇപ്പോൾ ജനങ്ങളാണ് ആക്ട് ചെയ്യുന്നത് മഹാബലിയുടെ മുമ്പിൽ. വാസ്തവത്തിൽ അർത്ഥപട്ടിണിക്കാരാണ്. അതായത് സ്കൂളിൽ കൊടുക്കുന്ന കഞ്ഞി കിട്ടുന്ന അരി വരെ പൂഴ്ത്തി സിവിൽ സപ്ലൈസ് വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ളതാണ് നമ്മുടെ മഹാബലി പോലെ കൂടെയും പിടിച്ച് കടന്നു പോകുന്നതെന്നർത്ഥം. കൊച്ചു കുഞ്ഞുങ്ങളുടെ അരി അടിച്ച് മാറ്റുമ്പോഴാണ് ഈ മഹാബലി പോകുന്നത്. അപ്പോഴെല്ലാം മാവേലി നാട് വാടിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. അങ്ങനെ ഒരു രാജ്യം നോക്കിയാള് ഉച്ചയ്ക്ക് കാല് വെച്ച് അടിച്ച് തത്തത്. ഇന്നും അങ്ങനെ നടക്കില്ലേ? നല്ലോണം ഭരിക്കുന്ന മന്ത്രിമാരെ പാർട്ടി പ്രസിഡന്റ് തന്നെ അങ്ങ് വലിച്ചകത്തിടുമല്ലോ. നീ ഇനി ഭരിച്ചത് മതി, ഇനി ഭരിക്കണ്ട. നല്ലതാര് ചെയ്യുന്നോ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല എന്നങ്ങ് തീരുമാനിക്കും. ഇത് പണ്ട് നടന്ന് ഐതിഹ്യത്തിലൂടെ നമ്മൾ ഇന്നും കേൾക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മഹാബലിയോ ദ്രാവിഡ രാജാവാണ്, ഒരിക്കലും പീത്തവയറനല്ല. ദ്രാവിഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരശാസ്ത്രം, അവരുടെ ദ്രാവിഡരുടെ വംശജരെ പറ്റിയുള്ള പുസ്തകങ്ങൾ ബോധമുള്ളവരും വിവരമുള്ളവരും എഴുതിയിട്ടുണ്ട്. അരോഗദൃഢഗാത്രന്മാരും പക്ഷേ ഇച്ചിരി കറുത്ത നിറക്കാരാണ്. അതായത് കായിക ശേഷി ഇത്രയുമുള്ള ഒരു വംശം വേറെയില്ല. ആര്യന്മാർ എന്ന് പറയുമ്പോൾ പണ്ഡിതരാണ്, സംസ്കൃത ഭാഷ കണ്ടുപിടിച്ചവരാണ്. പക്ഷേ മണ്ണുമായി മല്ലിട്ട് നിൽക്കുന്ന ഒരു വംശമായിരുന്നു ഈ ദ്രാവിഡൻ എന്നുള്ളത്. ഒരിക്കലും ഒരു ദ്രാവിഡൻ ഈ പറഞ്ഞ പോലെ മേധസ്സുള്ള ആളല്ല. പക്ഷേ ആരോ ഒരാൾ അങ്ങനെ ഒരു മാവേലി, കാരണം ഓണത്തിന് സദ്യ ഉണ്ടല്ലോ, അപ്പം ഈ ചാപ്പാടടിച്ച് എല്ലായിടത്തും നടക്കുന്ന ഒരാളായിരിക്കാം ഇദ്ദേഹം എന്ന് വിചാരിച്ച് ആർട്ടിസ്റ്റിൻ്റെ ഭാവനയിൽ വന്നതാകാം ഇത്. പക്ഷേ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് അതല്ല. അദ്ദേഹം വളരെ ആരോഗ്യമുള്ള ഈ പറഞ്ഞ പോലെ കൃശഗാത്രനായ നല്ല ബലിഷ്ഠനായ ഒരാളായിരുന്നിരിക്കണം. കാരണം അവരുടെ ഗോത്രം അങ്ങനെയാണ്, ദ്രാവിഡ ഗോത്രം അങ്ങനെയാണ്. അത് പിന്നെ പലരും കോപ്പിയടിച്ച ശേഷം ഒരു ഏതാണ്ടൊക്കെ എവിടെയും ഈ കൊടയുമായിട്ട് നിർത്തി ഈ മാവേലി തമ്പുരാൻ എന്നുള്ളതിൻ്റെ ഏതാണ്ട് ഒരു അന്തസ്സ് കളയുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലത്തെ ഏത് രീതിയിൽ പിച്ചക്കാർ തെണ്ടുന്നതിന് ഫ്രണ്ടിലൊരു മഹാബലിയാണ് ഡോലോക്കടയും പിടിച്ച് പാവത്തിന് കൊടുക്കുന്ന 150 രൂപ. സത്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു മഹാരാജാവിന്, ഒരു ചക്രവർത്തിയെ, ഇത്രയും നല്ല പദവിയിലിരിക്കുന്ന പേരിലിരിക്കുന്ന നമ്മുടെ രാജ്യം അതുപോലെ ഇതുവരെ ആരും ഭരിച്ചിട്ടുമില്ല. അങ്ങനെ ചെയ്ത ഒരാളെ ഈ പറഞ്ഞ പോലെ ഒരു മിമിക്രി ലെവലിലേക്ക് ആക്കുന്നതിൽ പലപ്പോഴും എനിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ട്. ഞാനും ഈ വേഷം 2 തവണ കെട്ടി, അന്നും മോഹം കാശ് തന്നെയായിരുന്നു. പക്ഷെ 2 തവണ കെട്ടിയപ്പോൾ എനിക്ക് തോന്നി മഹാബലി ഇങ്ങനല്ലല്ലോ, ഇങ്ങനൊരു കോമാളിയാണോ മഹാബലി? യതീഷുമാറിനെ പോലെ ഒരു വിദൂഷകനാണോ മഹാബലി? പിന്നെ മഹാബലി കെട്ടിയിട്ടേ ഇല്ല. പലരും മഹാബലി ഓലക്കൊടയായിട്ട് വന്നു, ചെക്കുമായിട്ട്. നമ്മൾ എനിക്ക് സാധ്യമല്ല, എനിക്ക് മനസാക്ഷി കുറ്റബോധം തോന്നുന്നതുകൊണ്ട് മഹാബലിയാകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു നല്ല മഹാബലിയാണ്, അതായത് ഈ പറഞ്ഞ പോലെ കരുത്തുള്ള, പ്രജാസ്നേഹിയായ, സത്യസന്ധനായ, വാക്കിന് വിലയുള്ള, ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന, ജനങ്ങളുടെ ദുഃഖമറിയുന്ന, സമത്വ സുന്ദരമായ ഒരു കേരളത്തെപ്പറ്റി ആദ്യകാലത്ത് വിഭാവനം ചെയ്ത അന്തസ്സുള്ള ഒരു മഹാബലിയായിട്ട് ഞാൻ വേണമെങ്കിൽ അതിനോട് ശ്രമിച്ചു നോക്കാം. പക്ഷേ അതുപോലെ സമത്വമുള്ള, അന്തസ്സുള്ള, നിഷ്കളങ്കമായ സുഭിക്ഷമായ ഒരു ഓണം 3 കോടി ജനങ്ങളുടെ മുമ്പിലും ഉണ്ടാകുന്ന ഒരു കാലം നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഞാനും വിഭാവന ചെയ്യുകയാണ്. നമുക്കതിനായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം,
പ്രയത്നിക്കാം. കള്ളച്ചീട്ടുകളെ നമുക്ക് കീറി ദൂരെ എറിയാം. കള്ള നാണയങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞ പോലെ എന്നും നമ്മുടെ കൊച്ചുനാഴിയിൽ നിറച്ച് പുത്തരി ഉണ്ടാകട്ടെ.